അതേസമയം മുൻപ് ബമ്പർ അടിച്ചിട്ടുള്ള അനൂപ് ഇപ്പോൾ എങ്ങനെയാണ് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത്? സാരംഗ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, എന്താണ് അനൂപ് പറയുന്നത്? അനൂപ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യമായിട്ട് 25 കോടി തുക, അതായത് ആദ്യ സമ്മാനം ഉണ്ടായിരുന്ന സമയത്ത് ആ ടിക്കറ്റിന് ആദ്യം ഒന്നാം സമ്മാനം അടിച്ചത് അനൂപിനായിരുന്നു. അപ്പോൾ അനൂപ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അനൂപിന്റെ പ്രതികരണം നോക്കാം. ഇത്തവണ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ടിക്കറ്റ് എടുത്ത ശേഷം ഇപ്പം ഹോട്ടൽ ഇതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു? ഇതിപ്പം എന്റെ രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ ഹോട്ടലിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കിള്ളിപ്പാലത്താണത്. ഒന്നാമത്തത് വലിയ ശാലയാണ്, അത് ചെറിയൊരു കടയാണ്. അത് തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ വലുതായിട്ടൊന്നും ഇവിടെ തുടങ്ങി ഇത് മെച്ചപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബമ്പർ അടിച്ചപ്പോൾ മൊത്തം ജീവിതം മൊത്തം മാറി. പിന്നെ അത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഞാൻ വിചാരിച്ചതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. തുടക്കത്തില് മറ്റേ മീഡിയ വഴി മൊത്തം എല്ലാവരും അറിഞ്ഞ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാം ശരിയായി, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ആദ്യം അറിഞ്ഞ സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്യാഷ് ചോദിച്ച് പല ആൾക്കാരും വീട്ടിൽ പറഞ്ഞാൽ എന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത്രത്തോളം ഇല്ല. ഇപ്പോഴും വരുന്നുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യാത്തവര് പലവരും പല രീതിയിൽ എന്നെ കൂട്ടി അവരൊന്നും പറഞ്ഞിട്ടും പോകുന്നുണ്ട്. ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഈ ഇത്രയും വലിയൊരു തുക സമ്മാനമായിട്ട് ലഭിക്കുമ്പോൾ ഉണ്ടാകും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും സാധാരണക്കാരന് ഇത്രയും വലിയൊരു തുക കൈകാര്യം ചെയ്യുക, അതെങ്ങനെയാണ്? അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ? എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയാണ് ആ തുക? അത് എനിക്ക് ഇത്രയും വലിയ എമൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനു മുമ്പ് ലോട്ടറി അടിച്ച ആൾക്കാരും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 വർഷത്തേക്ക് ക്യാഷ് തൊട്ടിട്ടില്ല. 2 വർഷം വരെ ഞാൻ ക്യാഷ് വെച്ചിരുന്ന അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത പല ടാക്സുകളും ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു ടാക്സ് അടച്ചു കഴിഞ്ഞാൽ തീർന്നാണ് എല്ലാവർക്കും അറിയാമെന്നുള്ള. അങ്ങനെയല്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രത്തിന് ടാക്സ് ഉണ്ട്, അതും അടച്ച് അത് മാക്സിമം നമ്മൾ 1 വർഷം അല്ലെങ്കിൽ ക്യാഷ് തൊടാതിരിക്കുക. കാരണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടാക്സും കാര്യങ്ങളും അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റാതെ നമ്മൾ വാങ്ങിച്ചിടുന്ന പ്രോപ്പർട്ടി ആയാലും എന്തായാലും നമുക്ക് സെയിൽ ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൈസ പലവർക്കും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് 1 വർഷം വരെ നമ്മൾ തൊടാതിരുന്നിട്ട് മാക്സിമം 1 വർഷം കഴിഞ്ഞതിന് ശേഷം ക്യാഷ് എടുത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോൾ താല്പര്യത്തിന്റെ പുറത്ത് തുടങ്ങിയതാണോ, അല്ലെങ്കിൽ ഈ ഒരു തുക വന്നതിന് ശേഷം തെരഞ്ഞെടുത്താണോ? ഇല്ല, എനിക്ക് പണ്ടേ ഹോട്ടൽ ബിസിനസ് താല്പര്യമായിരുന്നു. ഞാൻ പണ്ട് ഒരു ചെറിയ തട്ടുകടകളൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം ഒരു തട്ടുകട തുടങ്ങി, അതിനുശേഷം വേറൊരു തട്ടുകട ഇട്ട്, പിന്നെ ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ടുണ്ടായ ടൈമിനാണ് ഞാൻ ഗൾഫിലോട്ട് പോകാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ടൈമിനാണ് എനിക്ക് ലോട്ടറി അടിച്ചത്. അപ്പോഴേ എനിക്കൊരു ഹോട്ടൽ തുടങ്ങണമെന്ന്. അപ്പോൾ 2 വർഷം വരെ ഞാൻ സ്റ്റഡി ചെയ്ത്, അതായത് ആ ക്യാഷ് എടുത്ത് ഞാൻ മുതലാക്കിയിട്ടില്ല. ആ ക്യാഷ് ഞാൻ ഫിക്സഡ് ഇട്ട് അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എടുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതായത് എന്റെ മുതൽ അങ്ങനെ നിൽക്കുകയും ചെയ്യും, എനിക്ക് പിന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം. നമ്മൾ കിട്ടിയോളം തന്നെ ആഡംബര ജീവിതം കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അതും പോകും ഇതും പോകും എല്ലാം പോകും. പിന്നെ ക്യാഷ് ഉള്ളവർക്ക് അത് എങ്ങനെ മുതലാക്കണമെന്ന് അറിയാം. ഈ അർജുനത്തവരുടെ കയ്യിൽ പെട്ടെന്ന് ഇത്ര വലിയ എമൗണ്ട് വരുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഹോട്ടൽ മാത്രമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടോ? ഞാൻ അതിനുശേഷം ഞാൻ തുടങ്ങിയിട്ടുള്ള കൺസൾട്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഹോട്ടൽ ഫീൽഡാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ഇത് മെച്ചപ്പെട്ട് പോകുന്നതിനുണ്ടെങ്കിൽ 1-2 ബിസിനസിന്റെ ഐഡിയയിലുണ്ട്, അത് ചെയ്യും. അങ്ങനെയാണ്, പരിപൂർണ്ണ സന്തുഷ്ടനാണ് അനൂപ്. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ ബിസിനസ്സായി മുന്നോട്ട് പോകുന്നു. ഇത്തവണത്തെ ബമ്പർ നറുക്കെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണയും അനൂപും ബമ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗ്യവാൻ ആരാണെന്ന് കാത്തിരിക്കുന്ന അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്.